വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ LGS റിവിഷന്റെ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിനിമം 4 മാർക്കെങ്കിലും മിസ്സാവുന്ന ടീച്ചർ പറയും. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. കാരണം എന്തുകൊണ്ടാണെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതൊക്കെ എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം. അതിൽ വരുന്നതാണ് സംസ്ഥാന പുനഃസംഘടന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന നമ്മുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ, ഇന്ത്യയിൽ എത്ര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടായി, ആ അടിയന്തരാവസ്ഥകള് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് കാണാറുള്ളതാണ്. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ചില യുദ്ധങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭംഗിയായിട്ട് റിവിഷൻ ചെയ്യും എന്നുള്ളത് കൊണ്ട് ഇത് ക്ലിയർ ആയിട്ട് തുടക്കം തൊട്ട് അവസാനം വരെ കണ്ട് പഠിക്കുക അല്ലെങ്കിൽ കേട്ട് പഠിക്കുക എന്നുള്ളതാണ് ടീച്ചർ പറയാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട വെല്ലുവിളിയിൽ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചാണ്. അപ്പൊ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്നും ചോദിക്കാറുള്ള ചോദ്യം എന്ന്. അതായത് നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് ആരാണ് നേതൃത്വം കൊടുത്തത് എന്ന് നമുക്ക് അറിയാം അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളുടെ എന്താ പറയുന്നത്, നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാൻ മുൻകൈ എടുത്തു നിന്ന വ്യക്തി ആരാണ്? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലാണ്. അത് നമ്മളോട് ചോദിക്കാറുള്ളതാണ്. ഇനി അടുത്തത്, നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച മലയാളി, സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആര് എന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആരാണ്? VP മേനോൻ എന്നാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു റിവിഷൻ ആയിട്ട് ഇതിനെ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിന്റെ തലവൻ ആരായിരുന്നു? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സ്, അതിന്റെ തലവൻ ആരായിരുന്നു എന്ന് ചോദിച്ചാലും നമ്മൾ ഏതെന്നെ പറയണം? VP മേനോന്റെ ഉത്തരം തന്നെ പറയണം. അപ്പൊ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ 565 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. അങ്ങനെ എല്ലാ നാട്ടുരാജ്യങ്ങളും സ്വതന്ത്ര ഇന്ത്യയിൽ ചേരാനായിട്ട് സമ്മതിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ സമ്മതിച്ചില്ല. ആരൊക്കെയാണ് സമ്മതിക്കാതിരുന്നത്? ഇന്ത്യൻ യൂണിയനിൽ ചേരാതിരുന്നത് ആരൊക്കെയാണ്? ഒന്ന് ഹൈദരാബാദ് ആണ്, അടുത്തത് കാശ്മീരാണ്. ഹൈദരാബാദ്, അതുപോലെ തന്നെ കാശ്മീര്, അതുപോലെ ജൂനഗഡ്, ഈ 3 നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനോട് ചേരാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പൊ നമ്മളോട് ചോദിക്കാറുണ്ട്, ഈ രാജ്യങ്ങളെയൊക്കെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് എങ്ങനെയാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതും നമ്മൾ പഠിക്കണം. അങ്ങനെ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കാൻ നടത്തിയ സൈനിക നടപടിയെ നമ്മൾ വിളിക്കുന്നത് ഓപ്പറേഷൻ പോളോ എന്നാണ്. ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്ന സൈനിക നടപടിയിലൂടെയാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തത് എന്ന് മനസ്സിലാക്കുക. 1948 അങ്ങനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ആര് ചേരുകയാണ്? ഹൈദരാബാദ് ചേരുകയാണ്. ഇനി കാശ്മീരിനെ എങ്ങനെയാണ് കൂട്ടിച്ചേർത്തത്? അത് എന്താണ്? ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ ആണ്. കാശ്മീരിനെ കൂട്ടിച്ചേർത്തത് എന്താണ്? ഇൻസ്ട്രുമെന്റ് ട്ടോ, ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സെഷൻ. ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സെഷൻ എന്ന നടപടി പ്രകാരമാണ് എന്ത്? കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തത്. 1947 കൂട്ടിച്ചേർത്തത്. ഇനി ജുനഗഡിനെ കൂട്ടിച്ചേർത്തത് ജനഹിത പരിശോധന അല്ലെങ്കിൽ ഹിത പരിശോധന എന്ന് പറയാം. ഹിത പരിശോധനോ ജനഹിത പരിശോധനോ അല്ലെങ്കിൽ റഫറണ്ടം എന്നും പറയാം. രണ്ടു പറഞ്ഞാലും ശരിയാണ്. 1948 ഇനി അങ്ങനെ ആ സമയത്ത് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ അവിടുത്തെ ഹൈദരാബാദ് ഭരിച്ചിരുന്നത് നൈസാം എന്ന് പറയുന്ന വിഭാഗമായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട്. ആ നൈസാമിലെ ഉസ്മാൻ അലിയാണ് അവിടെ ഭരിച്ചിരുന്നത്. ഹൈദരാബാദിലെ നൈസാം ഉസ്മാൻ അലി ഭരിച്ചിരിക്കുന്ന സമയത്ത് കാശ്മീരിനെ കൂട്ടിച്ചേർത്തത് കാശ്മീരിലെ രാജാ ഹരിസിംഗ് ആയിരുന്നു. ആരാണ്? രാജാ ഹരിസിംഗ് ആയിരുന്നു എന്ന് ഓർക്കാം. ഇനി അടുത്തത് ജൂനഗഡിലെ നവാബായിരുന്നു. നവാബിന്റെ പേര് മുഹമ്മദ്. നവാബിന്റെ പേര് മുഹമ്മദ് മഹ്ബത്ത്. മഹ്ബത്ത് ഗാഞ്ചി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം 3rd ആണ്. 1, 2, 3ാമത്തെ ആളാണ് കേട്ടോ.
അപ്പോ ഈ പേര് ഹരിസിംഗ് ആണ് കൂടുതൽ പ്രാധാന്യം ഉള്ള പേര്. ബാക്കിയുള്ളത് അത്ര പ്രാധാന്യം ഇല്ല, എന്നാലും നിങ്ങൾ പഠിച്ചു വെക്കണം. എപ്പോഴും ചോദിക്കാറുള്ളത് ഓപ്പറേഷൻ പോളോ, ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ, ഹിതപരിശോധന അല്ലെങ്കിൽ റഫറണ്ടം, ഈ മൂന്ന് കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത്. അങ്ങനെ ഇന്ത്യൻ യൂണിയനിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്തു ഇവരെ. അപ്പൊ ഇന്ത്യൻ യൂണിയനിലേക്ക് ഇവര് ചേരാൻ വിസമ്മതിച്ചപ്പോ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ പറയാണ്, കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെടാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അങ്ങനെയാണ് സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോനും ഒക്കെ കൂടി ചേർന്ന് ഈ വളരെ ബുദ്ധിമുട്ടി നമ്മുടെ നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ചത്. അങ്ങനെ നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ചു. അപ്പോ അടുത്തത് സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു പുനഃസംഘടന, സംസ്ഥാനങ്ങളുടെ ഒരു പുനഃസംഘടന ഉണ്ടാക്കണം. അങ്ങനെ എല്ലാവരും ആദ്യം പല ആൾക്കാരും പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, ഭാഷാ അടിസ്ഥാനത്തിൽ, എന്താണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ എന്ത് രൂപീകരിക്കാം, സംസ്ഥാനങ്ങൾ രൂപീകരിക്കാം എന്ന് പറഞ്ഞു. പല ആൾക്കാരും അതിനെ ചിലര് എതിർത്തു വന്നു, ചിലർ അതിനെ അനുകൂലിച്ചു. എന്തൊക്കെയാണെങ്കിലും 58 ദിവസത്തെ നിരാഹാരമിരുന്ന് പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന വ്യക്തി, ആരാണ്? പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന വ്യക്തി നിരാഹാരം ഇരുന്ന് മരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹം പറഞ്ഞു, തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് മാത്രമായി ഒരു സ്റ്റേറ്റ് രൂപീകരിക്കണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം നിരാഹാരം ഇരുന്ന് മരിച്ച്. അതിന്റെ പരിണിത ഫലമായി തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി മാത്രമായി 1953 ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകൃതമായി. എന്താണ്? ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകൃതമായി. പിന്നെ അതിനുശേഷം സ്വതന്ത്ര ഇന്ത്യയിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായി ജസ്റ്റിസ് ഫസൽ അലി എന്ന് പറയുന്ന വ്യക്തിയെ നിയോഗിച്ചു. അങ്ങനെ ജസ്റ്റിസ് ഫസൽ അലിയുടെ കൂടെ സംസ്ഥാന പുനഃസംഘടനയില് എച്ച്.എൻ. ഗുൻസ്രു എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. എച്ച്.എൻ. ഗുൻസ്രു. അടുത്തത് ആരുണ്ടായിരുന്നു? KM പണിക്കർ ഉണ്ടായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ ഏക മലയാളിയാണ് KM പണിക്കർ. ഇവരുടെ 3 പേരുടെയും നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഇവരുടെ ഫൈനൽ റിപ്പോർട്ട് എങ്ങനെയായിരുന്നു? നമുക്ക് എന്ത് വേണം? സംസ്ഥാന പുനഃസംഘടന എങ്ങനെയായിരിക്കണം? ഭാഷാടിസ്ഥാനത്തിലാകണം. അങ്ങനെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് നിലവിൽ വരികയാണ്. എന്താണ്? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് നിലവിൽ വന്നു. ആ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം എന്താണ്ടായേ? ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരികയാണ്. ക്ലിയർ ആയില്ലേ? അങ്ങനെ നമ്മുടെ സംസ്ഥാന പുനഃസംഘടന അങ്ങനെ ഭംഗിയായിട്ട് അവസാനിച്ചു. ഇനി അടുത്തത് എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിൽ സംസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ ആയി. ഇനി നമുക്ക് എന്ത് വേണമെന്നാ പറയുന്നത്? സംസ്ഥാന പുനഃസംഘടന 56 ആയിട്ടാണ് കേട്ടോ. അതിനു മുമ്പാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ, ഇപ്പൊ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പറയുമ്പോൾ അതിൽ എന്താ പറയുന്നത്? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും. നമുക്ക് കുറെ അധികം വലിച്ചുവാരി പഠിക്കുക എന്നുള്ളതിൽ കഥയില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ളത് പല കാര്യങ്ങളുണ്ട് PSC പരീക്ഷകൾക്ക്. പക്ഷെ LGS എക്സാമിന് നിങ്ങളുടെ എന്താ പറയാ, സിലബസിൽ എന്താണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ്, പ്രീവിയസ് ചോദിച്ചിട്ടുള്ളത് എന്താണ്, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ റിവിഷൻ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മള് എന്താ പറയുന്നത്, 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സ്വതന്ത്ര ഇന്ത്യ നേരിട്ട ആദ്യത്തെ ഒരു വെല്ലുവിളിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളത്. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ വേണം, അതിന് ആൾക്കാർ വേണം കമ്മീഷനില്. പിന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും കൊടുക്കണം. കുറേയധികം കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെങ്കിലും 1950 ജാനുവരി മാസം 25-ാം തീയതി ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചു. അങ്ങനെ 1951 ഒക്ടോബർ മാസം മുതൽ 1952 ഫെബ്രുവരി മാസം വരെയായിട്ട് ഇന്ത്യയിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നു. ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വോട്ടെടുപ്പ് നടന്നത് ചിനി താലൂക്ക് എന്ന് പറയുന്ന താലൂക്കിലാണ്. ചിനി താലൂക്ക് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിലാണ്. അപ്പൊ ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ് എന്ത് നടന്നത്? ആദ്യത്തെ വോട്ടെടുപ്പ് നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അങ്ങനെ ആദ്യമായിട്ട് വോട്ട് ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ ശ്യാം സരൺ. എന്താണ്? ശ്യാം സരൺ നേഗി എന്ന് പറയുന്ന ആളാണ്. ഇനി അടുത്ത നമ്മളോട് ചോദിക്കാം,
എന്താ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വോട്ടെടുപ്പ് നടന്നത് നമ്മളോട് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. 51 52 കാലയളവിലാണ്. കാരണം 51 തുടങ്ങിച്ചാലും 52 അവസാനിച്ചത്. അപ്പൊ ഒന്നിലേക്ക് 51 ഉണ്ടാവും, അല്ലെങ്കിൽ 52 ഉണ്ടാവും, അല്ലെങ്കിൽ 51 52 52 53 50 51 അങ്ങനത്തെ കാലയളവാണ് കൊടുക്കുക. അത് ഓർക്കുക. 1951 ഒക്ടോബർ മാസം 25-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് വോട്ടെടുപ്പ് നടന്നത്. ശ്യാം സരൺ നേഗി അദ്ദേഹം വോട്ട് ചെയ്ത സമയമാണ് പറയുന്നത് കേട്ടോ. ഇനി ശരൺ നേഗി പറഞ്ഞത് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ആവേശമായിരുന്നു അന്നെല്ലാം ഞങ്ങൾക്ക്. അതിനില്ലാത്ത ആനന്ദവും അഭിമാനവുമായി വോട്ട് ചെയ്ത് ഇറങ്ങി. ഇനി വോട്ട് ചെയ്യാതിരിക്കരുത്. രാജ്യത്തോട് നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ കർത്തവ്യമാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ആരുടെ വാക്കുകളാണ്? ശ്യാം ശരൺ നേഗി വോട്ട് ചെയ്തതിന് ശേഷം വന്ന് പറഞ്ഞതാണ്. അങ്ങനെ വോട്ട് ചെയ്തു. എന്താ പറയുന്നത്, വോട്ടെടുപ്പില് നമ്മുടെ കോൺഗ്രസിന് എത്ര സീറ്റ് ലഭിച്ചു? 364 സീറ്റുകള് 52-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച ലോക്സഭാ സീറ്റുകളുടെ എണ്ണമാണ് 364 എന്ന് പറയുന്നത്. ഇതില് 16 സീറ്റാണ് എതിർ കക്ഷിക്ക് ലഭിച്ചത്, അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷിക്ക് ലഭിച്ചത്. അപ്പൊ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത് ആരായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിരുന്നു. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിരുന്നു ഏറ്റവും ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒപ്പോസിഷൻ പാർട്ടി, അഥവാ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും നമുക്കൊന്ന് പറയാം. പ്രധാനമന്ത്രി പദവി ആരാണ് വഹിച്ചത്? ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്നത്. അന്ന് ഉപപ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു പദവി ഉണ്ടായിരുന്നു. ഉപപ്രധാനമന്ത്രി മാത്രമല്ല, ആഭ്യന്തരം എന്ന് പറയുന്ന പദവി, ഈ രണ്ട് പദവിയും വഹിച്ചത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി ഉപപ്രധാനമന്ത്രി, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി തുടങ്ങിയിട്ടുള്ള പദവി പട്ടേൽ വഹിച്ചപ്പോ പ്രതിരോധ മന്ത്രി ആയിട്ട് ആരായിരുന്നു ഉണ്ടായിരുന്നത്? പ്രതിരോധ മന്ത്രി ആരായിരുന്നു? ബൽദേവ് സിംഗ് ആയിരുന്നു നമ്മുടെ പ്രതിരോധ മന്ത്രി. ആരാണ്? ബൽദേവ് സിംഗ് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിരോധ മന്ത്രി എന്നും കൂടി ഓർത്തു വയ്ക്കുക. ഇനി ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് RK ഷൺമുഖം ചെട്ടിയാണ്. RK ഷൺമുഖം ചെട്ടി എന്ത് കൈകാര്യം ചെയ്തു? ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തു എന്ന് ഓർത്തു വെച്ചോളോട്ടോ. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള വേറൊരു ചോദ്യമാണ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി ആരാണ്? BR അംബേദ്കർ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യമായിട്ട് നിയമം കൈകാര്യം ചെയ്തിരുന്ന വ്യക്തി എന്ന് ഓർത്തു വയ്ക്കാം. അതുപോലെ തന്നെ റെയിൽവേ മാത്രമല്ല, ട്രാൻസ്പോർട്ട് സംവിധാനം, അങ്ങനെയൊക്കെയാണ് ചോദിക്കണേ വെച്ചാൽ നമ്മൾ ആരുടെ പേരാ പറയേണ്ടത്? അത് ആരുടെ കീഴിലായിരുന്നു? ജോൺ മത്തായിയുടെ കീഴിലായിരുന്നു എന്ന് ഓർത്തു വയ്ക്കാം. വ്യവസായ മന്ത്രി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വ്യവസായം ശ്യാമപ്രസാദ് മുഖർജിയാണ് വ്യവസായം കൈകാര്യം ചെയ്തിരുന്നത്. ശ്യാമപ്രസാദ് മുഖർജിയാണ് എന്ന് ഓർക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് വിദ്യാഭ്യാസം. മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി എന്ന് ഓർത്തു വെക്കണം. ആരോഗ്യമന്ത്രി ആരാണ്? രാജ്കുമാരി അമൃത് കൗർ ആണ്. രാജ്കുമാരി അമൃത് കൗർ എന്ന് പറയുന്ന ആളാണ്. അമൃത് കൗർ ആണ് ആര്? ആരോഗ്യമന്ത്രി. രാജ്കുമാരി അമൃത് കൗർ ആണ് ആരോഗ്യമന്ത്രി എന്ന് മനസ്സിലാക്കുക. ഇനി തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ആരാണ്? തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ജഗജീവൻ റാമാണ്. ആരാണ്? ജഗജീവൻ റാമാണ് തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. ഇത്രയാണ് പ്രധാനമായിട്ടും ചോദിക്കാറുള്ള കാര്യങ്ങൾ. അടുത്ത് നമ്മൾ പോകുന്നത് ഇന്ത്യയില് എത്ര പ്രാവശ്യം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു? ഏതൊക്കെ അടിയന്തരാവസ്ഥകളാണ് ഇന്ത്യയിൽ പ്രഖ്യാപിച്ചത്? ഏത് സമയത്താണ്? എന്താണ് അത് പ്രഖ്യാപിക്കാനുള്ള കാരണം? തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ്. ഇന്ത്യയില് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 3 പ്രാവശ്യമാണ് എന്ന് ഓർത്തു വയ്ക്കുക. എപ്പോഴൊക്കെയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക? സായുധ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ വിദേശ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എന്താണ്, യുദ്ധം ഉണ്ടാകുമ്പോൾ, ഇത്തരം സന്ദർഭങ്ങളിലാണ് സാധാരണ രീതിയിൽ നമ്മൾ എന്ത് പ്രഖ്യാപിക്കുന്നത്? നമ്മുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്, ഫസ്റ്റ് അടിയന്തരാവസ്ഥ 1962 ഒക്ടോബർ മാസം 26-ാം തീയതിയാണ് ആദ്യത്തെ അടിയന്തരാവസ്ഥ. അങ്ങനെ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണ്? ചൈനീസ് അധിനിവേശമാണ് ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്ന് ഓർത്തു വയ്ക്കാം. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആരായിരുന്നു പ്രതിരോധ മന്ത്രി? VK കൃഷ്ണ
കൃഷ്ണമേനോൻ ആയിരുന്നു പ്രതിരോധ മന്ത്രി. വി.കെ. കൃഷ്ണമേനോൻ പ്രതിരോധ മന്ത്രിയായിരിക്കുകയായിരുന്നു നമ്മുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക പ്രസിഡന്റ് ആണ്. അന്നത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ് അന്നത്തെ പ്രസിഡന്റ്. പ്രധാനമന്ത്രി ആരായിരുന്നു? പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അത് പിൻവലിച്ചത് 1968 ജാനുവരി മാസം 10-ാം തീയതിയാണ് പിൻവലിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സക്കീർ ഹുസൈൻ ആണ് പിൻവലിച്ചത് എന്നും കൂടെ പഠിച്ചു വെക്കണം. പിൻവലിച്ചത് ആരാണ്? സക്കീർ ഹുസൈൻ ആണ്. ഇനി ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1971 ഡിസംബർ മാസം 3-ാം തീയതിയാണ്. ഇനി എന്താണ് അതിന്റെ കാരണം? ഇന്ത്യ പാക് വാറാണ് രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം. ആ സമയത്ത് പ്രതിരോധ മന്ത്രി ആയിരുന്ന വ്യക്തി ജഗജീവൻ റാം ആയിരുന്നു. ജഗജീവൻ റാം ആണ് പ്രതിരോധ മന്ത്രി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വി ഗിരി ആയിരുന്നു. അദ്ദേഹമാണ് പ്രസിഡന്റ്. ആരാണ്? വി ഗിരിയാണ്. ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് രണ്ടാമത്തെ അടിയന്തരാവസ്ഥ. 1977 മാർച്ച് മാസം 21-ാം തീയതി ബി ഡി ജെട്ടിയാണ് എന്ത് പിൻവലിച്ചത്? രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത്. ഇന്ത്യയിൽ മൂന്നാമത്തെ അടിയന്തരാവസ്ഥ 1975 ജൂൺ മാസം 25-ാം തീയതി പ്രഖ്യാപിക്കുകയാണ്. അത് പ്രഖ്യാപിച്ചതല്ല. ആ സമയത്ത് പ്രതിരോധ മന്ത്രി അല്ല, അതിന്റെ കാരണം എന്താണെന്ന് ആദ്യം പഠിച്ചോളൂ. ആഭ്യന്തര പ്രശ്നങ്ങളായിരുന്നു കാരണം. ആഭ്യന്തര പ്രശ്നമാണ് ഇതിന്റെ കാരണം. ഇനി ഇത് എന്താണ്? സർദാർ സ്വരൺ സിംഗ് ആരാണ്? സർദാർ സ്വരൺ സിംഗ് ആണ് ആ സമയത്ത് പ്രതിരോധ മന്ത്രി എന്നോർക്കുക. സർദാർ സ്വരൺ സിംഗ് ആണ് പ്രതിരോധ മന്ത്രി. ഇനി അടുത്തത് പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി എന്നും ഓർക്കണം. 75-ലെ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത് 1977 മാർച്ച് മാസം 21-ാം തീയതിയാണ്. അത് പിൻവലിച്ചതും ബി ഡി ജെട്ടി തന്നെയാണ്. അദ്ദേഹം തന്നെയായിരുന്നു അന്നത്തെ പ്രസിഡന്റ്. അദ്ദേഹമാണ് അത് പിൻവലിച്ചത് എന്ന് ഓർക്കാം. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 അടിയന്തരാവസ്ഥകൾ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്തത് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ഏത് എന്നാണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് തന്നെ 1947 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായി. അപ്പൊ ഫസ്റ്റ് സ്വാതന്ത്ര്യം നേടിയ സമയത്ത് തന്നെ ഇന്ത്യ പാക് വാർ ഉണ്ടായി. അതോർക്ക. എന്തിനാണ് ഈ യുദ്ധം ഉണ്ടായേ? അതായത് കാശ്മീരിന്റെ നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടി. കാശ്മീർ നിയന്ത്രണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഇന്ത്യക്ക് വേണം കാശ്മീര്, പാകിസ്ഥാന് വേണം കാശ്മീർ അല്ലെ. അങ്ങനെ പറഞ്ഞിട്ടാണ് യുദ്ധം ഉണ്ടായത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരായിരുന്നു? അന്നത്തെ നമ്മുടെ പ്രതിരോധ മന്ത്രി ആയിരുന്ന വ്യക്തി ബൽദേവ് സിംഗ് ആയിരുന്നു പ്രതിരോധ മന്ത്രി. 1949 യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ അഥവാ ഐക്യരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടനയുടെ മധ്യസ്ഥതയോടെ എന്തുണ്ടായി? യുദ്ധ വിരാമ സന്ധി നമ്മൾ ഒപ്പിടുകയുണ്ടായി. അതിനുശേഷമാണ് നമ്മൾ ആ ലൈൻ ഓഫ് കൺട്രോൾ ഒക്കെ ഉണ്ടായത്. LIC ലൈൻ ഓഫ് കൺട്രോൾ, LOC ലൈൻ ഓഫ് കൺട്രോൾ ഒക്കെ രൂപീകരിച്ചത് എന്നും കൂടി നമ്മൾ ഓർത്തു വെക്കാട്ടോ. ഇനി രണ്ടാമത്തെ യുദ്ധം നടന്നത് 1962 നടന്നത് അല്ലെ. ആരൊക്കെ തമ്മിലാണ് നടന്നത്? ഇന്ത്യയും ചൈനയും തമ്മിലാണ് യുദ്ധം നടന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം നടന്നത്? അരുണാചൽ പ്രദേശിന്റെ ചില ഭാഗങ്ങൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നടന്ന യുദ്ധത്തെയാണ് ഇന്ത്യ ചൈന യുദ്ധം 1962 യുദ്ധം എന്ന് പറയുന്നത്. ആ യുദ്ധം സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? നമ്മുടെ ജവഹർലാൽ നെഹ്റുവായിരുന്നു അല്ലെ. അതിന്റെ ഫലമായിട്ട് എന്താണ്? നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അല്ലെ ആദ്യമായിട്ട് എന്താണ് നമ്മുടെ ഇവിടെ എന്ത് പ്രഖ്യാപിക്കുകയാണ്? അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി അല്ലെ. ഈ ഇന്ത്യ എന്താ പറയുന്നത് ചൈന യുദ്ധത്തിന്റെ ഫലമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതിനുശേഷം 1954 ഏപ്രിൽ മാസം 28-ാം തീയതി ഇന്ത്യയും ചൈനയും തമ്മിൽ എന്ത് കരാറിടാണ്?
പഞ്ചശീല തത്വം അല്ലെ ഒപ്പുവെക്കുകയാണ്. ആരൊക്കെ തമ്മിലാണ് പഞ്ചശീല തത്വം ഒപ്പുവെച്ചത്? നെഹ്റുവും ചൗ എൻ ലായും തമ്മിൽ. ചൗ എൻ ലായ് ഇവർ രണ്ടുപേരും തമ്മിൽ പഞ്ചശീല തത്വം ഒപ്പുവെച്ചു. അങ്ങനെ എന്താണ് നമ്മുടെ ഈ ഒരു പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ആ സമയത്ത് VK കൃഷ്ണമേനോനായിരുന്നു എന്താ പ്രതിരോധ മന്ത്രി. അദ്ദേഹം ഇതിന്റെ പരിണിത ഫലമായിട്ട് രാജിവെക്കുക കൂടെ ചെയ്യേണ്ടായിട്ടാ. ഇനി അടുത്തത് നോക്കാം. മൂന്നാമത്തെ വാറ് നടന്നത് 1965 അതും ഇന്ത്യയും ആരും തമ്മിൽ തന്നെയാണ്, പാകിസ്ഥാനും തമ്മിൽ തന്നെയാണ് 1965 വാർ നടന്നത് എന്ന് ഓർത്തു വയ്ക്കാം. എന്തിനു വേണ്ടിയിട്ട് തന്നെയായിരുന്നു? വീണ്ടും നമുക്കറിയാം, കാശ്മീരിന്റെ നിയന്ത്രണം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഈ രണ്ടാമത്തെ ഇന്ത്യ പാക് യുദ്ധം നടന്നത്. കാശ്മീരിൽ ഇന്ത്യൻ വിരുദ്ധ വികാരം അടിച്ചമർത്താൻ വേണ്ടി ഓപ്പറേഷൻ ജിബ്രാൾട്ടർ, എന്താണ് ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ആര് നടത്തുകയുണ്ടായി? നമ്മുടെ പാകിസ്ഥാൻകാർ നടത്തുകയുണ്ടായി. അപ്പൊ അങ്ങനെ പാകിസ്ഥാൻ സൈനിക നീക്കം നടത്തി. അതാണ് യുദ്ധത്തിന് പ്രധാന കാരണമുണ്ടായത്. അങ്ങനെ രണ്ടാമത്തെ യുദ്ധ സമയത്ത് YB ചവാൻ ആയിരുന്നു നമ്മുടെ പ്രതിരോധ മന്ത്രി ആയിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആയില്ലയോ? യുദ്ധം അവസാനിപ്പിച്ചത് താഷ്കന്റ് കരാറോട് കൂടിയിട്ടാണ് യുദ്ധം അവസാനിച്ചത്. ഈ താഷ്കന്റ് കരാറ് രൂപം കൊണ്ടത് 1966 ജാനുവരി 10 എന്താണ് താഷ്കന്റ് കരാറ്. ആരൊക്കെ തമ്മിലായിരുന്നു താഷ്കന്റ് കരാറ് ഒപ്പിട്ടത്? ഒന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി. ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയും അടുത്ത ആൾ ആരായിരുന്നു? ആയൂബ് ഖാനും തമ്മിലായിരുന്നു എന്തുണ്ടായിരുന്നത്? താഷ്കന്റ് കരാർ ഒപ്പിട്ടത് എന്നും കൂടി ഓർത്തു വയ്ക്കാം. ഇനി അടുത്തത് നാലാമത്തെ യുദ്ധം നടക്കാണ്. ഇന്ത്യ പാക് യുദ്ധം തന്നെയാണ്. ഇന്ത്യ പാക് യുദ്ധം. ആ യുദ്ധം നടന്നത് 1971 1971 ഇന്ത്യ പാക് യുദ്ധം നടന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു യുദ്ധം നടന്നത്? ബംഗ്ലാദേശിന്റെ വിമോചനവുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, ബംഗ്ലാദേശ് വിമോചനത്തിനായിട്ടാണ് യുദ്ധം നടന്നത്. അന്ന് പ്രധാനമന്ത്രി പദവിയിൽ ഇരുന്നത് ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു കേട്ടോ. പ്രതിരോധ മന്ത്രി ആരായിരുന്നു? ജഗ്ജീവൻ റാം ആയിരുന്നു അന്നത്തെ പ്രതിരോധ മന്ത്രി എന്നുകൂടി ഓർത്തു വയ്ക്കുക. എന്തൊക്കെയായാലും ഇതിന്റെ പരിണിത ഫലമായി 1972 ജാനുവരി മാസം 11 ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം രൂപം കൊള്ളുകയാണ്. അങ്ങനെ 1972 ജൂലൈ മാസം 3 എന്താണ് നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മില് എന്തൊപ്പിടാണ്? കരാർ ഒപ്പിടാണ് അല്ലെ. എന്താണ് കരാറിന്റെ പേര്? സിംല കരാർ എന്നാണ്. ഒപ്പിട്ടത് ആരൊക്കെ തമ്മിലാണ്? ഒന്ന് ഇന്ദിരാഗാന്ധി ആണ്. അടുത്ത ആളുടെ പേര് ടീച്ചർ മോളിൽ എഴുതാം, സുൾഫിക്കർ അലി ഭൂട്ടോ. ആരാണ്? സുൾഫിക്കർ അലി ഭൂട്ടോ. അപ്പൊ ഇന്ദിരാഗാന്ധിയും സുൾഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ സിംല കരാർ ഒപ്പിട്ടതിന് ശേഷം ഈ യുദ്ധം അവസാനിക്കുകയാണ് ചെയ്തത്. ഇനി ലാസ്റ്റ് യുദ്ധം നമ്മൾ പഠിക്കാൻ പോവാണ്. 1999 കാർഗിൽ വാർ എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. കാശ്മീർ ലഡാക്ക് മേഖലയിൽ, എന്താണ് കാശ്മീര് അതുപോലെ തന്നെ ലഡാക്ക് മേഖലയിലെ പ്രധാന ഭാഗങ്ങൾ പാകിസ്ഥാന്റെ അധീനതയിലാക്കുന്നതിനെതിരെ നടന്ന സൈനിക നീക്കമാണ് കാർഗിൽ വാർ. പ്രധാനമന്ത്രി ആരായിരുന്നു? വാജ്പേയി ആയിരുന്നു. പ്രധാനമന്ത്രി വാജ്പേയി ആയിരുന്നു കേട്ടോ. വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി. രാഷ്ട്രപതി ആരായിരുന്നു? KR നാരായണൻ ആയിരുന്നു രാഷ്ട്രപതി എന്നും കൂടി ഓർത്തു വയ്ക്കുക. 1999 ജൂലൈ മാസം 26 ഇത് അവസാനിച്ചത്. അത് എന്താ പറയാ, ആ അവസാനിച്ച ദിവസം, നമ്മൾ ജയിച്ച ദിവസം നമ്മൾ എന്ത് വിളിച്ചു? ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ് എന്ന് വിശേഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ കാർഗിൽ വിജയ് ദിവസായി ആചരിക്കുന്നു എന്നും കൂടി പറയണം. ഈ കാർഗിൽ സൈനിക ഓപ്പറേഷൻ ഉണ്ട്. ആ കാർഗിൽ സൈനിക നീക്കത്തിന്റെ ഓപ്പറേഷനെ ഓപ്പറേഷൻ വിജയ് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. എന്താണ്? ഓപ്പറേഷൻ വിജയ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയാണ് കാർഗിൽ വാർ. അപ്പൊ ഇത്രയും കഴിഞ്ഞു. അപ്പൊ നമ്മള് സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം പറഞ്ഞു, സംസ്ഥാന പുനഃസംഘടന പറഞ്ഞു, ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പറഞ്ഞു, അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭ, ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ, പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞു. ഈ അടുത്ത ക്ലാസ്സിൽ എന്താ പഠിക്കാൻ പോണെന്ന് ടീച്ചർ പറയാം. പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച്, പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച്, പ്ലാനിംഗ് കമ്മീഷൻ മാറി വന്നിട്ടുള്ള നീതി ആയോഗിനെ കുറിച്ച്, ഇത്രയും കാര്യങ്ങളെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കും അല്ലെങ്കിൽ ചർച്ച ചെയ്യും.
ആ സംസാരത്തോടു കൂടി നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തീരും. പിന്നെ നമ്മൾ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കിടക്കും. എന്താണ്? ഇന്ത്യൻ ഭരണഘടന. അടുത്ത ദിവസം നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലേക്കാണ് പോവാ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിലെ. ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പൊ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും.